ഹലോ മച്ചാമാരെ, നിങ്ങൾക്കെല്ലാവർക്കും കെ എൽ അലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുതേനീച്ച എങ്ങനെ നമുക്ക് കൂട്ടിൽ സജ്ജീകരിക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ചെറുതേൻ കൂട്ടിൽ നിന്ന് തേനീച്ചകളെ കുപ്പിയിലോട്ട് ആക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു കൂട് കണ്ടെത്തി ആ കൂട്ടിലേക്ക് നമ്മൾ ഒരു കുപ്പി വെച്ച് കൊടുത്തിട്ട് ചുറ്റുകൊല് കൊണ്ട് പയ്യെ തട്ടി കൊടുക്കുകയാണ്. അപ്പോഴാ കൂട്ടിലുള്ള തേനീച്ചകളെല്ലാം പുറത്തോട്ട് വരും. അപ്പോഴാ തേനീച്ചകളെല്ലാം ആ കുപ്പിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ആ കൂട്ടിലുണ്ടായിരുന്ന ഈച്ചകളെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ആ കുപ്പി ടൈറ്റായിട്ട് അടച്ചു. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഈച്ചയാണ് അതിലുണ്ടായത്. 2 മിനിറ്റ് റെസ്റ്റ് കൊടുത്ത് വീണ്ടും ഈച്ചയെ കയറ്റാൻ നോക്കുകയാണ് ആ കൂട്ടിലുള്ള. അപ്പോൾ വീണ്ടും നമ്മൾ ആ ചുറ്റുകല കൊണ്ട് പയ്യെ തട്ടുകയാണ്. അതിൻ്റെ അകത്തുള്ള കുറച്ച് ഈച്ച തന്നെ ഉണ്ട്. അപ്പോൾ അകത്തോട്ട് കയറും. അപ്പോൾ നമ്മളതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട ഈച്ച കയറുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. കുറച്ച് ഈച്ചയേ ഉള്ളൂ, വളരെ കുറച്ച് ഈച്ചയാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് തേന് കാണും. അപ്പോൾ നമുക്ക് തേനൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്ന് കിട്ടിയത് ഇത്ര ഈച്ചയാണ്. നമ്മളതിൽ ചെറിയ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് കുപ്പിയിൽ. കാരണം നമുക്ക് ഇതിൻ്റെ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഇത്രയും കലഞ്ഞ ഈച്ചയാണ്, ഉണ്ടല്ലോ, ആ പുറത്ത് പോയിട്ട് വന്ന ഈച്ചയാണ്. അപ്പോൾ നമ്മളിനി പൊളിക്കുകയാണ്. നമ്മളാ ഒരു മതിലിലാണ് ഇരിക്കുന്നത് ഇത്. അപ്പോഴാ മതിലിൽ നിന്ന് കല്ല് പൊളിച്ച് മാറ്റുകയാണ്. കല്ല് പൊളിച്ച് നമുക്ക് ആ കൂടിനെ കണ്ടെത്താം. പയ്യെ സാവധാനം ഓരോ കല്ലായിട്ട് നമ്മൾ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ചാന്തൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഈ കല്ലിലാണ് നമ്മൾ ആ കൂട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സാവധാനം ഇത് പൊളിച്ചെടുക്കാൻ സാധിക്കും. വളരെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട അടഞ്ഞിരിക്കുന്ന അതിലാണ് നമുക്കുള്ളത് നമ്മുടെ തേൻകൂടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഈച്ച എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പയ്യെ ചുറ്റുകൊണ്ടും എല്ലാം തട്ടി നോക്കുകയാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ചാന്തെല്ലാം തട്ടിക്കളയുമ്പോൾ അതിൻ്റെ അകത്ത് കൂട് കാണും, കണ്ടല്ലോ. വളരെ സാവധാനം ആ ചാന്തെല്ലാം തട്ടിക്കളയണം. കാരണം അകത്ത് തേന് കാണേണ്ട സാധ്യതയുണ്ട്. തേന് കാണും. നമുക്ക് എല്ലാ കൂട്ടിലും തേനുണ്ടായിരുന്നു. അപ്പോൾ വളരെ പയ്യെ നമ്മളെടുത്തു. അപ്പോൾ നമ്മളതിൻ്റെ പൂമ്പൊടിയാണ് കാണുന്നത്. അതിൻ്റെ മുട്ടയൊക്കെ കണ്ട വളരെ മനോഹരമായിട്ട് അവർ കൂട് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞ കളറിൽ, ഗോൾഡൻ കളറിൽ കാണുന്നത് അതിൻ്റെ മുട്ടയാണ്, മറ്റത് തേനുമാണ്. അപ്പോൾ കുറച്ച് തേനുമുണ്ട്, കുറച്ച് മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പുതിയ കൂട് സെറ്റ് ചെയ്യാൻ കരുതി എടുത്തിട്ടുള്ളത് ഒരു മുളയാണ്. മുളയെ കീറി അതിൽ ഈച്ചയ്ക്ക് കയറേണ്ട ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് നമ്മളത് ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സാവധാനം പിച്ചാത്തിക്ക് നമ്മൾ കൂട് പൊളിക്കുകയാണ്. അപ്പോൾ നമുക്കത് ആ മുട്ട എത്രയും നമുക്ക് എടുക്കണം. ആ ഗോൾഡൻ കളറിൽ കാണുന്ന മുട്ട എത്രയും നമുക്ക് പൊട്ടാതെ എടുക്കണം. കാരണം നമുക്ക് അതിനകത്താണ് റാണി ഈച്ചയൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ സാവധാനം നോക്കി എടുത്താലേ നമുക്കത് കിട്ടൂ. അത് നമുക്ക് മെഴുകാണ് ഇപ്പം തട്ടിയെടുത്തത്. കണ്ട അത് ഒരറ തേനാണ്. ഇപ്പോൾ നമ്മൾ ഒരറ പൊട്ടിച്ചെടുത്തത് അത് തേനാണ്. ഇതുപോലെ ഓരോ അറയായിട്ടാണ് തേന് വെച്ചിട്ടുള്ളത്. അപ്പോഴിനി നമുക്ക് തേനൊക്കെ എടുക്കാം. വളരെ സാവധാനം തന്നെയാണ് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ഏകദേശം 2 മണിക്കൂറോളം ഒരു കൂട് സെറ്റ് ചെയ്യുന്നതിലേക്ക് സമയമെടുക്കും. അത്രയും സമയമെടുത്താൽ മാത്രമേ വളരെ മനോഹരമായിട്ട് നമുക്ക് ആ കൂട് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കൂ. അപ്പോൾ അത് വരുന്ന ഇതാണ് നമ്മുടെ മുട്ട. തേനല്ല കേട്ടോ അതിലുള്ളത്, അത് മുട്ടയാണ്. ഒരു മുട്ടയെ സാവധാനം എടുത്തു. അപ്പോൾ നമുക്കിതിനെ ആ മുളയിൽ വെച്ച് കൊടുക്കണം. ഈ മുളയിൽ വെച്ച് കൊടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ റാണി ഈച്ച ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ റാണി ഈച്ച അതിലില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ മുളയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്കിനി നോക്കാം. നമുക്ക് ഇത്രയും ഇപ്പോഴെടുത്തു. അത്രയും അറയോട് അറുത്തെടുത്തു. അതിൽ നിന്ന് തേന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിണ്ടി നോക്കുകയാണ്. വളരെ സാവധാനം നമുക്കിതൊക്കെ അറുത്തെടുക്കാൻ പറ്റും. കാരണം റാണി ഈച്ചയ്ക്ക് വല്ലതും പറ്റിപ്പോയാൽ പിന്നെ കൂട് നമുക്ക് സെറ്റായി കിട്ടില്ല. അതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ നമുക്ക് ഈ ജോലികൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ
വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ കൂടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാണി നമ്മൾ പിടിച്ചെടുക്കണം. പിടിച്ച് കൂട്ടിൻ്റെ അകത്ത് ആക്കിയാൽ മാത്രമേ ഇത് സെറ്റാകൂ. റാണി ഈച്ച നമുക്ക് നോക്കാം. നമുക്കിനിയിപ്പോൾ റാണി ഈച്ച കിട്ടും, അപ്പോഴതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വളരെ സാവധാനം തന്നെയാണ് നോക്കിയാണ് ഓരോ തട്ടുമായിട്ട് അറുത്തെടുക്കുന്നത്. തേൻ തട്ട് വരെ അറുത്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് അറുത്തെടുക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്കിപ്പോൾ കൊച്ചീച്ചയുടെ തേനിന് ഏകദേശം 1200 മുതൽ 2000 രൂപയുടെ പല മേഖലകളിലും വിലയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അറുത്തുവിട്ട് വളരെ സാവധാനം അറുത്തുവിട്ടപ്പോൾ ആ തേൻ ഒഴുകി വരുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. നമുക്കിതിലൊരു 100 ml തേന് ഒരു കൂട്ടിൽ നിന്നിപ്പോൾ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു കൂടാണ്. ഉണ്ടല്ലോ, തേന് വളരെ ഭംഗിയായിട്ട് ഒഴുകി വരുന്നു. ഓരോ അറയായിട്ട് പയ്യെ തട്ടി അങ്ങിടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പയ്യെ വളരെ സാവധാനമാണ് നമ്മൾ ഓരോ തട്ടായിട്ട് എടുക്കുന്നത്. കണ്ട, വളരെ അടിപൊളിയായിട്ടുള്ളൊരു തേൻ്റെ കൂടാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതിൽ നമ്മളല്ലെങ്കിൽ പൊളിക്കുന്നതനുസരിച്ച് തേന് കുറവാണെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം തേന് കിട്ടും. പൂമ്പൊടിയും എല്ലാം, മുട്ട എല്ലാം കുറച്ചധികം കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു കൂടാണ് നമ്മളിന്ന് പൊളിച്ചത്. അപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നതിൻ്റെ കാഴ്ച കണ്ടല്ലോ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. അപ്പോൾ നമ്മൾ ആ കല്ലിനെ പൊട്ടിച്ചു. കാരണം നമുക്ക് കിട്ടേണ്ട ഐറ്റത്തിനെ കിട്ടിയിട്ടില്ല. എന്താണ് നമുക്ക് കിട്ടേണ്ടത്? റാണി ഈച്ചയെ കിട്ടിയില്ല. അതുകൊണ്ട് ആ കല്ലിനെ പൊട്ടിച്ച് വളരെ സാവധാനം എന്നിട്ട് ഓരോന്നായിട്ട് നോക്കുകയാണ്. ഈച്ച നോക്കട്ടെ. കണ്ടോ. ഇപ്പോഴിനി പിച്ചാത്തിക്ക് പയ്യെ അറുത്ത് നോക്കിയെടുക്കാം. റാണി ഈച്ചയ്ക്ക് അറുപ്പ് കിട്ടിയാൽ പോയി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ തന്നെയാണ് ഈ ജോലി ചെയ്യേണ്ടത്. ഇതൊരിക്കൽ സെറ്റായി കിട്ടിയാൽ നമുക്ക് എല്ലാ വർഷവും തേനെടുക്കാവുന്നതാണ്. കണ്ടാ, തേൻ കൂടാണ്. ഇത് കംപ്ലീറ്റ് തേനാണ്. ഇതിൽ റാണി ഈച്ച ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ സാവധാനം നമ്മൾ എടുക്കുകയാണ്. അത് റാണി ഈച്ച പിച്ചാത്തി കയറ്റിയെടുത്തു. കണ്ട, ഇതാണ് റാണി ഈച്ച. റാണി ഈച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ഈച്ചകളെക്കാളും സൈസ് കൂടുതലാണ്. ഉണ്ടല്ലോ, ഈ റാണി ഈച്ച ഉണ്ടെങ്കിൽ മാത്രമേ കൂട് സെറ്റായി കിട്ടുകയുള്ളൂ. വളരെ സാവധാനം അകത്തോട്ട് പോകുന്നത് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആ കൂട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. റാണി ഈച്ചയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ ഇതിലുള്ള വർക്കർ ഈച്ചകളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇത് പൂമ്പൊടിയൊക്കെ ഉണ്ട്. പൂമ്പൊടിയെല്ലാം മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇല്ല, നമുക്കിനി കുറച്ച് തേനും കൂടെ വെച്ച് കൊടുക്കണം. കുറച്ച് തേന് വച്ചില്ല. കുറച്ച് തേനൂടെ വച്ച് കൊടുത്താലേ അതിന് കുറച്ച് ദിവസത്തെ വർക്കിനുള്ള ഇതാവും. അപ്പോഴൊരു എറുമ്പ് കയറിപ്പോയി. ആ എറുമ്പിനെ തട്ടിക്കളഞ്ഞ് നമ്മൾ കുറച്ച് തേനൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ നേരെ ആ കൂടിരുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. തുറന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കുറേ ഈച്ചകളുണ്ട്. അതൊക്കെ വന്നിപ്പോൾ ഇതിൻ്റെ കൂടെ കയറും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തുള്ള അടപ്പെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈച്ചയെ തുറന്ന് വിടണം. എന്നാലേ കൂട് സെറ്റാവും. ഈച്ചയെ നമ്മൾ സാവധാനം തുറന്ന് വിട്ടിട്ടുണ്ട്. കുപ്പിയിൽ നിന്ന് സാവധാനം കുപ്പിയിൽ പിടിച്ച ഈച്ചയെ തുറന്നു വിടുന്നു. കണ്ടാ, ഈച്ച ഒരരുവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എല്ലാം നേരെ സാവധാനം ആ കൂട്ടിലേക്ക് പോയിരിക്കും. അതിനാണ് നമ്മളൊരു കൂട് സെറ്റാക്കി എടുക്കുന്നത്. നമ്മളെ കുറച്ചധികം സമയത്തെ വർക്കാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ കൂടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ഇതാണ് നമ്മൾ ഈച്ച കയറിപ്പോവേണ്ട ഗ്യാപ്പ്. അപ്പോൾ നമ്മളിതിന് റബ്ബർ ബാൻഡ് ഇട്ട് ഇതിനെ അടച്ച് വയ്ക്കും. നമ്മൾ പുറത്ത് കുറച്ച് മെഴുക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഈച്ചയ്ക്ക് കയറാനും ഇറങ്ങാനും ഇറങ്ങിപ്പോകുന്ന വഴി
നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണേ, ആകർഷകമാക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ബാറ് റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇൻസുലേഷൻ വെച്ച് അടിച്ച് വിടുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മുടെ പോരായ്മകൾ എടുത്തു പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും എല്ലാവിധ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.